ഹലോ ആ എന്ത് വിളിച്ചെന്നാ എടേ ഉദയ നീ ഫുൾ സർവീസിനല്ലേ പൈസ വാങ്ങിച്ചത് എന്നിട്ട് ഒരു ശങ്കരം വെള്ളം കാണിച്ചതിന് തുടച്ചാലാതെന്താ അല്ലേ നീ വണ്ടിയാണ് ഓടിച്ചല്ലെന്ന് വണ്ടി കഴുകിയിട്ടില്ല അബി ആ ടി വി ഒന്ന് ഓഫ് ചെയ്താണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്, അതുകൊണ്ടാ. എടി എനിക്ക് ഒരു സമയം ഒന്ന് രണ്ട് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. നീ കാര്യം എന്തെന്ന് വെച്ചാൽ പറ. കാര്യം എന്താന്ന് വെച്ചാ പറ. ചിരിക്കല്ലേ, ഞാൻ എപ്പോഴും തോറ്റിട്ടൊന്നുമില്ല കേട്ടാ. അതെ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടല്ലേ അബി. നീ കാര്യം പറ. പിന്നെ എൻ്റെ ഓഫീസിലെ ഷിഫ്റ്റൊക്കെ മാറ്റി രാവിലെ 8 മണി തൊട്ട് 2 മണി വരെയും നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ വൈകിട്ട് 6 മണി തൊട്ട് 9 മണി വരെ. അല്ല അതിപ്പം എന്ത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാലേ ഇനി അങ്ങോട്ട് ഫുഡൊന്നും ഉണ്ടാക്കി കഴിക്കാനൊന്നും നമുക്ക് സമയം കിട്ടത്തില്ല. എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല. അപ്പൊ പറഞ്ഞു വരുന്നത് ഞാൻ ഫുഡ് ഉണ്ടാക്കണമെന്നാണല്ലേ? എനിക്കതൊന്നും പറ്റുന്നില്ല, എനിക്കറിയത്തൊന്നുമില്ല. നീ പോയതിന്റെ പാട്ട് ഉണ്ടാക്കി അത് ആർക്കും കഴിക്കാനും പറ്റില്ലല്ലോ. അതല്ല, പിന്നെ ഇപ്പൊ ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് നമുക്കേ ഇപ്പൊ പുറത്തുനിന്നൊരു മേണ്ണ വെച്ചാലോ? അതിന്റെ ആവശ്യമുണ്ടോ? ആ, നല്ല വൃത്തിയൊക്കെ ഉള്ള നല്ല മേണ്ണ കിട്ടും. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് തൽക്കാലം എങ്ങനെയെങ്കിലും പുറത്തുനിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കാം. അങ്ങനെയൊക്കെ മേടിച്ച് കഴിച്ചാൽ പോരെ? എങ്ങനെ പുറത്തുള്ള വല്ല ഫുഡ് വാങ്ങിച്ച് കഴിച്ച് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുമെന്നും. അതിനേക്കാൾ നല്ലൊരു മേണ്ണെ വിളിച്ച് വരുത്തി ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ഈ മേടെന്നൊക്കെ പറയുമ്പോൾ അല്ല, അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഏർപ്പാട്? എനിക്ക് അത് ഇപ്പൊ നല്ല മേടിനെ കിട്ടണമെങ്കിൽ ഇപ്പോഴത്തെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു 20,000 രൂപയൊക്കെ കൊടുക്കണം. 20,000 രൂപ? അത്ര കൊടുക്കേണ്ടി വരുമോ? പക്ഷെ അവരൊക്കെ നല്ല വൃത്തിയുള്ളവരാ. അല്ല, നമുക്ക് വലിയ സൗന്ദര്യമുള്ളവർ അങ്ങനല്ല, സൗന്ദര്യമുള്ളവരെ ആവശ്യമില്ലല്ലോ. വല്ല പണിയും ചെയ്യുന്നവരെ പോരെ. അതിന് 20,000 രൂപ കൊടുക്കേണ്ട അത്രയും വലിയ വീട്ടിലെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുവര്. 20,000 രൂപ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര കൂടുതലില്ല. ഇപ്പൊ നമ്മള് മാസം ഉണ്ടാക്കുന്ന മൊത്തം അതിന് കൊടുക്കേണ്ടി വരുമല്ലോ. ഇപ്പം അല്ല, വേറെ വഴിയൊന്നുമില്ലല്ലേ? വെക്കാം നമുക്ക്. അല്ല, ഈ ആളെ എങ്ങനെ ഒപ്പിക്കും? പ്ലേസ്മെന്റ് സെല്ലിൽ വിളിച്ച് ചോദിച്ചാലേ അവർ ഏർപ്പാടാക്കി തരും. എന്റെ ഫ്രണ്ട് നമ്പർ ഒപ്പിച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മാസം 20,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടല്ലേ, ഭയങ്കര ചെലവാണത്. വേറെ നിവൃത്തിയില്ലാത്തോണ്ട് നമുക്ക് പിന്നെ ഒരു മാസം വെച്ച് നോക്കാം. അത് കഴിയുമ്പോഴത്തേക്കും നിന്റെ ഷിഫ്റ്റ് ഒക്കെ മാറുമല്ലോ. ഷിഫ്റ്റ് മാറുമ്പോ പിന്നെ വലിയ പ്രശ്നം വരൂല. അതെ, മതി. ഒരു മാസം കൊണ്ട് അപ്പി കുക്ക് ചെയ്യാൻ നന്നായിട്ട് പഠിച്ചാൽ മതി. അപ്പൊ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. അത് നമുക്ക് ആലോചിക്കാം. അത് വിളിച്ചു നോക്ക്. വിളിച്ചു നോക്കാം. നമുക്ക് ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് എടുക്കാം അബി. ഇന്റർവ്യൂ ചെയ്തിട്ട് അത് കറക്റ്റ് കാര്യമാണ്. പക്ഷെ അത് മര്യാദയ്ക്കുള്ള ആളെ വേണമെന്ന് പറയണം. നല്ലതേ കിട്ടും. പൈസ കൊടുക്കുന്നതാണ്, മര്യാദയ്ക്കുള്ള ആളെ വിടണമെന്ന് അവരുടെ കാര്യമായിട്ട് എടുത്ത് പറയണം. നല്ലതേ വിടുവുള്ളൂ. അപ്പൊ ഞാൻ പോയി വിളിക്കട്ടെ, അവളെ വിളിച്ച് പറയാം. 20,000 പണിക്കാണ് പോയത്. വെറുതെ വീട്ടിൽ കുത്തിയിരുന്നാൽ തന്നെ മതിയില്ല. ദൈവമേ, ഓളം കൈ കിട്ടുന്ന പൈസ മൊത്തം ചെലവാണ്. എന്താ കാര്യം? അബി ഉറങ്ങുവാ. ഈ സമയത്തോ? എന്താ ഈ സമയത്ത് ഉറങ്ങാൻ പാടില്ലേ? അല്ല, ഈ സമയത്ത് സാധാരണ ഉറങ്ങാറില്ല, അതുകൊണ്ട് ചോദിച്ചത്. അല്ല, അപ്പൊ ഏത് സമയത്ത് ഉറങ്ങണ്ടെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എപ്പോ നോക്കിയാലും ജമ്പനും തുമ്പനെ പോലെ ഇങ്ങനെ നടന്നോളും. മഹി, അങ്ങനെ പറയരുത്. ഒരുപാട് ജോലി കളഞ്ഞിട്ടാണ് അഭി വിളിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വരുന്നത്. അതൊക്കെ വട്ടായതുകൊണ്ട്. എടാ, ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരൻ ചെയ്യുന്ന ജോലി കളഞ്ഞിട്ടേ ഒരിക്കലും ഒരു കൂട്ടരെ വിളിക്കുമ്പോൾ ഓടിച്ചാടിങ്ങ് വരത്തില്ല. ഇതൊക്കെ
ഇതൊക്കെ വിശ്വസിച്ച് നിനക്കൊക്കെ ആടാ പെണ്ണ് തരണം. അങ്ങനെ പറയല്ലേ, ചുറ്റുമുള്ള ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പെണ്ണ് കെട്ടാനൊന്നും തോന്നുന്നില്ല. അതൊക്കെ എങ്ങനെ കണ്ട് കിട്ടും? കെട്ടാതിരിക്കാൻ നല്ലത്. ആ പെമ്പിളെങ്ങനെ ഒന്ന് രക്ഷപ്പെട്ട് പോവില്ല ഈശ്വര. മഹി അബി എന്ന് വിളിച്ചു. അബിയെ വിളിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് പോയ അവിടെ നിന്ന്. അത്രയ്ക്കായി, എന്നാ ഞാൻ വിളിച്ചോളാം. ഡേ അബി, അളിയാ ഡേ. അബി വിളി അബിയെ ഡേ. അബിയേ ഡേ, അബിയെ ഡേ. അളിയാ കൊണ്ട് ഭയങ്കര ശല്യമായോ ഈശ്വര. ആ വന്നല്ലോ. എന്തോടാ നിന്നെ കാണാൻ വന്നപ്പോ നിന്റെ ഭാര്യ തടയുന്നു. നീ തടഞ്ഞടി. യോമൻ നിന്നെ വിളിച്ചിട്ടല്ലേ വന്നത്? ഇന്റർവ്യൂ ഉള്ള കാര്യം നിനക്ക് അറിയില്ലേ? ആ അതളിയാ, ഒരു വേലക്കാരി ഇവിടെ വരും എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അവര് ഇന്റർവ്യൂ കാര്യം എന്നോട് പറഞ്ഞു. പറഞ്ഞിരുന്നെങ്കിൽ നീ ഇവിടെ ഒന്ന് ജോലി ചെയ്യോ? നീ ചെയ്യോ ഇവിടെ വന്നിരുന്ന്? അങ്ങനല്ല, നമുക്ക് ഏർപ്പാടാക്കി തരാമല്ലോ. ഏർപ്പാടുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കമ്മീഷൻ എടുക്കാൻ. ഓക്കെ, എന്തോന്നേ നിന്റെ ഭാര്യ ഇങ്ങനെ നമ്മളെ പറയുന്നു? നിന്റെ അടുത്ത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സിനെ ഇൻസൾട്ട് ചെയ്യുന്നത് കേട്ടാ. ഓ നിന്റെ ഒരു വലിയ ഫ്രണ്ട്സ്. വായി നോക്കിയില്ല, എപ്പോ നോക്കിയാലും ഇങ്ങോട്ട് തളിക്കൊണ്ടി വരും. ആ അത് കാര്യമൊക്കെ ഒരുമാതിരി റീത്ത് വെച്ചിട്ട് ബെസ്റ്റ് വിഷയം ഏർപ്പാട്. എടാ ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, ഇവള് തീരെ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ. അത് വിട്ടുകളാ. നിങ്ങള് വന്ന കാര്യം പറഞ്ഞു. നീ പറ. എടാ ആരെങ്കിലും ഒരാൾ പറ, എന്തോടെ കാര്യം? 2000 കടം. 2000 രൂപ ഒറ്റനാട്ടായിട്ട് വേണോ ചില്ലറായിട്ട് വേണോ? ചില്ലറായിട്ട് മതി, അതാകുമ്പോ ചെലവാക്കി എളുപ്പമാണ്. ആ ഇവിടെ ഒരു മാസം എങ്ങനെയാണ് തള്ളി നീക്കുന്ന പോലെ എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. അപ്പോഴാണ് നിന്റെ കാര്യം 2000 കുണുവ. നീയൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? വേറെ ഒന്നും ഇല്ലേ നിനക്കൊന്നും? 1000 മതി. വിളിച്ചോണ്ട് പോടേ ഇങ്ങനെ ഒന്ന് വിളിച്ചോണ്ട് പോടേ. നീ എന്താ ഒരുമാതിരി ക്രൂരന്മാരെ കണക്ക് സംസാരിക്കുന്നു? ക്രൂരനാവൂടാ നീയൊക്കെ. ആദ്യമേ എന്റെ വാങ്ങിച്ച പൈസ തിരിച്ചാ എന്നിട്ട് ഉണ്ടാക്കുക കേട്ടോ. പൊന്നളിയാ ഇത് നീ താ, എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് തരാം. കൊറേ അങ്ങ് തന്നല്ലോ. ഡേയ് നീയൊക്കെ പോണ നമ്മളെ വിളിക്കണം. അല്ല അപ്പോ അപ്പോ തരൂല. ബാക്കിയുള്ള ഇനി ഞാൻ നടന്നു പോയിക്കോളാം. നടന്നു പോയി ഇവിടെ വഴി. ഞാൻ അകത്തേക്ക് പോകുന്ന കാര്യമാണ് പറഞ്ഞത്. തല പുറത്തൊന്നും കാണിക്കല്ലേ ചേച്ചി. ഇപ്പൊ എത്തും എന്ന് പറഞ്ഞിട്ട് 2 കിലോമീറ്റർ എന്നെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചു. എന്റെ പൊന്നനിയ വേണേ ഞാൻ എന്റെ നമ്പർ തരാം. എന്തിന്? സംസാരിക്കാലോ. ആളെ വിട് ചേച്ചി. വീടൊക്കെ കൊള്ളാം. കല്ലൊക്കെ അടക്കിയിരിക്കുന്നു. ഈ കല്ല് പോലെ തന്നെ ആവും ഇവിടുന്ന് മനുഷ്യന്മാരുടെ മനസ്സും. ആരാ മനസ്സിലായില്ല? ആ ഞാൻ തിലോത്തമ്മ. തിലു എന്ന് വിളിക്കും. മാൻ പവർ കൺസൾട്ടൻസി എന്ന് പറഞ്ഞു വിട്ടതാ. ഓ മേടായിട്ട്. ആ മനസ്സിലായി. വരൂ വരൂ. ആ വരൂ. അടിപൊളി വീടാണല്ലോ. നല്ല സെറ്റപ്പ്. വാടകയ്ക്കാ താമസിക്കുന്നേ. ആണോ? ആ അത് ശരി. ഇതിന്റെ ഓണർ എവിടെയാ? ഓണർ അങ്ങ് ദുബായിലാ. ദുബായിലാണോ? ഞാനും ഒരു വർഷത്തോളം ദുബായിലൊക്കെ ഉണ്ടായിരുന്നു. ആണോ? വെരി ഗുഡ്. വലിയ ഫുഡൊന്നും അല്ലായിരുന്നു. അതെന്ത് പറ്റി? അതെ, ഞാൻ ജോലിക്ക് നിന്ന് അവിടുത്തെ ഷെയ്ക്കിന് എന്റെ സൗന്ദര്യവും ചുറുചുറുപ്പും കണ്ടപ്പോ ഒരു ക്രഷ്. അതുകൊണ്ട് ഞാൻ ആ ജോലി നിർത്തി ഇങ്ങ് പോന്നു. അല്ല വല്ല ഷെയ്ക്കിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫൊക്കെ ഒന്ന് സെറ്റിൽ ആവത്തില്ലായിരുന്നു? പിന്നെ ജെറ്റില്. അതെ, ഷെയ്ക്ക് എന്ന് പറഞ്ഞതേ ചെറുപ്പക്കാരനൊന്നല്ല, 10-70 വയസ്സായ ഒരു കളവൻ അറബിയാ. ഓ അതാണ്. ആ പിന്നെ അവനൊക്കെ കല്യാണം കഴിച്ചാലേ എന്റെ ലൈഫല്ലേ സ്പോയിൽ ആവുന്നത്. എനിക്ക് എന്റെ ജീവിതം എനിക്ക് അടിച്ചു പൊളിക്കണം. അതുകൊണ്ടാ ഞാൻ അത് ഉപേക്ഷിച്ചിട്ട് ഇങ്ങ് പോകുന്നത്. അല്ല, ഈ വീട്ടിൽ മാഡം ഒറ്റയ്ക്കാണോ? അല്ല, ഞാനും എന്റെ ഹസ്ബൻഡ്. കല്യാണം കഴിച്ചതാണോ? അതെ. കണ്ടാ പറയില്ലട്ടോ, കൊച്ചുകുട്ടിയെ പോലെ ഉണ്ട്. എല്ലാരും പറയും. ആണല്ലേ? ചേച്ചി കല്യാണം കഴിച്ചതാണോ? അയ്യോ, എന്നെ ചേച്ചി ഇതൊന്നും വിളിക്കണ്ട, തിലു അങ്ങനെ വിളിക്കുന്ന എനിക്കിഷ്ടം. പിന്നെ എനിക്ക് കല്യാണപ്രായമൊന്നും ആയിട്ടില്ല. കണ്ടാ പറയില്ല. ആണല്ലേ? അല്ല, ഞാൻ എന്റെ മുതലേ ജോയിൻ ചെയ്യേണ്ടത്?
അത് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ചോദിച്ചോളൂ, എന്ത് വേണേലും ചോദിച്ചോളൂ. അപ്പൊ അതിന് മുന്നേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കട്ടെ. ഓക്കെ. അബി, അബി. ഹസ്ബൻഡ് എന്താ ജോലി? ഞാനും ഹസ്ബൻഡും ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഓ, പാർക്കിൽ സെക്യൂരിറ്റി ആണല്ലേ? അയ്യോ, ആ പാർക്കല്ല, ഇത് ടെക്നോ പാർക്ക്, IT കമ്പനി. ഓ, ITIയിലോ? അതെ. ഇതേതാ ഈ മോൻ? അയ്യോ, ഇത് മോളല്ല, ഇത് എൻ്റെ ഹസ്ബൻഡ്. ഈ കൊച്ചു ചെറുക്കനെയാണോ മാഡം കല്യാണം കഴിച്ചിരിക്കുന്നത്? അതെ, ഞാൻ അത്ര കൊച്ചെറുക്കനൊന്നും അല്ല, എനിക്ക് ആശുപത്രി പ്രായമൊക്കെ ഉണ്ട്. അതെ, നിങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് കേട്ടോ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പഠിച്ചിട്ടൊന്നല്ല സാറേ വന്നത്. അല്ല, പഠിക്കാൻ വേണ്ടിട്ട് അങ്ങനൊന്നും അല്ല, ചെറിയ കാഷ്വൽ ടോക്സ് ഒക്കെ. നിങ്ങളുടെ പേരെന്തു? എന്റെ പേര് തിലോത്തമ്മ. സ്നേഹമുള്ള ആൾക്കാർ തിലോ എന്ന് വിളിക്കും. അല്ല, ഈ പിന്നെ വീട്ടു ജോലിയിലൊക്കെ എത്ര വർഷത്തെ പരിചയമുണ്ട്? ഒരു 10-15 വർഷത്തെ പരിചയമൊക്കെ ഉണ്ട് സാറേ. തിലുവിന് വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്, ഇത്രയും വലിയ വീടിരിക്കുമ്പോ? കുഴപ്പമില്ല. അല്ല, ഈ പിന്നെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള രീതിയിലും നല്ലതായിട്ട് ഉണ്ടാക്കണം ഫുഡ്. അതൊക്കെ ഞാൻ നന്നായിട്ട് ഉണ്ടായിക്കോളാം. എനിക്കിവിടെ കഴിക്കണ്ടല്ലേ സാറേ? അല്ല, പിന്നെ നിങ്ങളുമായിട്ട് പേഴ്സണൽ അഗ്രിമെന്റ് ഒന്നും ഞങ്ങൾക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ സ്വഭാവം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നാലും ഒക്കെ ഞങ്ങൾ പറഞ്ഞു വിടും, അത് വേറെ കാര്യം. അതിന്റെ ഒന്നും ആവശ്യം വരില്ല സാറേ. സാർ ധൈര്യമായിട്ടിരിക്കേ. പേടി വീടൊക്കെ ഒന്ന് കാണിച്ചിട്ട് ജോലിയൊക്കെ എന്തോന്നു കേട്ടോ. ഓക്കെ, ശരി. അപ്പം ഓക്കെ, ഗൗരവക്കാരനാണല്ലോ. തിരുവാ, അടുക്കളയൊക്കെ കാണിച്ചു. ഇതാണ് അടുക്കള അല്ലേ? അല്ല മാഡം, ഇവിടെ അവനില്ലേ? ഏവൻ? മാഡത്തിന് അവനെ അറിയില്ലേ? ചേച്ചി, സോറി, തുലു. എന്താ പേര്? തിലു. തിലു. തിലു ആരെ കുറിച്ചായി പറയുന്നത്? ഈ ഭക്ഷണമൊക്കെ ചൂടാക്കി എടുക്കുന്ന ഒരു സാധനല്ലേ? ഓവൻ. അതിന് ഓവൻ ചേച്ചി പറയുന്നത്. അങ്ങനെയാണോ പറയുന്നത്? അത് ഇവിടെ ഇല്ല. എന്നാ ഞാൻ ഇങ്ങനെയാ പറയാറ്. ആണോ? അതെ, അതുണ്ടായിരുന്നെങ്കിൽ സംഗതി എളുപ്പമായേനെ. അതെന്താ? നമുക്ക് ഭക്ഷണമൊക്കെ ഒരുപാട് ഉണ്ടാക്കി വെച്ച് ആവശ്യത്തിനനുസരിച്ച് ചൂടാക്കി എടുക്കാമല്ലോ. അയ്യോ ചേച്ചി, അബിക്ക് അങ്ങനെ പറ്റില്ല. ഈ പഴകിയ ആഹാരം ചൂടാക്കി കഴിക്കാനേ അത് എനിക്കും പറ്റില്ല. നമുക്കിങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. എന്നാലും ചൂടായിരുന്നാ പോരെ? അത് ശരിയാണ്. എന്നാലും അന്നുള്ള ഉണ്ടാക്കുന്ന ഫുഡ് അന്ന് കഴിക്കുന്നതാണ് നമുക്ക് കുറച്ച് നല്ലത്. അങ്ങനെയെങ്കിൽ അങ്ങനെ. അതെ, ഇവിടെ ഗ്യാസും പറ്റി കിട്ടാൻ താമസമൊന്നുമില്ലല്ലോ? ഇല്ല. അഥവാ ഇല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി, അവർ കൊണ്ടുതരും. വേണം. എന്താന്ന് വെച്ചാലേ ഗ്യാസ് ഇവിടെ സ്റ്റോക്ക് ആയിരിക്കണം. ഈ ഗ്യാസ് തീർന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞാലേ എനിക്ക് ഈ അടുപ്പിൽ വിറക് വെച്ച് ഊതി ഭക്ഷണം ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെയൊന്നും പറയില്ല ചേച്ചി. പറയരുത്. സോറി, തുലു. തിലു. അതെ, ഇവിടെ വൈഫൈ ഉണ്ടോ? ഉണ്ട്. എനിക്ക് പാസ്വേഡ് ഒന്ന് തരണം. അതെന്തിനാ? എനിക്ക് ഓൺലൈനിൽ സീരിയൽ കാണാനാ. തരാം. അതൊക്കെ പോട്ടെ, എന്റെ ബെഡ്റൂം എവിടെ? ബെഡ്റൂം അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ ബെഡ്റൂം ഒന്നും ഇല്ല. തിലുവിന് വേണമെങ്കിൽ ഇവിടെ ഹാളിൽ കിടക്കാം. ഹാളിലോ? ഞാനോ? എന്നൊന്നും കിട്ടത്തില്ല. പിന്നെ ഹാളില് ഇത്രയും വലിയ വീടുണ്ടാക്കി എനിക്ക് കിടക്കാൻ ഇവിടെ റൂമില്ലെന്ന്. ഇവിടെ ഉള്ള റൂമൊക്കെ ഇവിടുത്തെ ഓണർ പൂട്ടിയെടുത്തോണ്ട് പോയി. എന്നാ താക്കോലിട്ട് തുറക്കണം. അവര് പോയപ്പോ താക്കോലും കൊണ്ടുപോയി. എന്ന് കരുതി ഞാൻ തറയിൽ കിടക്കണമെന്നാണോ? അതിനൊന്നും എന്നെ കിട്ടത്തില്ല. അതെ, അതൊക്കെ പണ്ടത്തെ വേലക്കാരികള് കീറ തുണിയൊക്കെ വിരിച്ച് തറയിൽ കിടക്കുന്നത്. എനിക്കതിനൊന്നും ആവശ്യമല്ല. ഞാൻ പോണു, നിങ്ങൾ വേറെ കാര്യം നോക്കും. നമുക്ക് എന്തെങ്കിലും പരിഹാരം. ഒരു പരിഹാരം വേണ്ട. എനിക്ക് പറ്റത്തില്ലെന്ന്. നിലത്ത് കിടന്നിട്ടുള്ളതൊന്നും എനിക്ക് പറ്റില്ല. എന്ത് പ്രശ്നം? തിലു ഇവിടെ നിന്ന് പോവാന്ന്. പോവാന്ന്? തിലുവിന് പ്രത്യേകിച്ച് റൂമൊക്കെ വേണമെന്ന്. റൂമുണ്ടെങ്കിൽ നീ ശരിയായി കൊടു. അതെങ്ങനെയാ ബി? മുകളിലത്തെ റൂമിലെ ലോക്കല്ലേ? തിലുവിനെ തൽക്കാലത്തേക്ക് നിന്റെ റൂമിൽ കിടത്തണം. എന്റെ റൂമിലോ? അപ്പൊ ഞാൻ എവിടെ കിടക്കും? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കിടക്കണം. ലേഡീസ് അല്ലേ, അതിനിപ്പോ എന്ത് പ്രശ്നം? അപ്പൊ നിങ്ങൾ രണ്ടുപേരും 2 റൂമിലാണോ കിടക്കുന്നത്? അതെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കട്ടെ കേട്ടോ. എങ്കിൽ ശരി, ഞാൻ മാഡത്തിന്റെ മുറി കിടന്നോളാം. എവിടെയാ മാഡത്തിന്റെ മുറി? ഇവിടുന്ന് ലെഫ്റ്റ് ആണോ? ശരി. നീ എനിക്കിട്ട് പാര വെച്ചതാണല്ലേ? അതെങ്ങനെ പാരയാവും? ഈ സാധനത്തിനെ ഇവിടെ കൊണ്ടുവരാനുള്ളത് ആരുടെ ബുദ്ധിയായിരുന്നു? എന്റെ. അല്ലാണ്ട് എന്റെ അല്ലല്ലോ. അപ്പോ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്.
ബാക്കി ഈ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ബാക്കി കാര്യങ്ങളിലൊന്നും എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ്. എനിക്ക് വയ്യ അവനെ കൂടെ കട്ടിൽ കിടക്കാൻ. ആ ഒരു കാര്യം ചെയ്യും, മോള് ഇറങ്ങി താഴെ കിടക്ക്, അവർ കട്ടിൽ കിടന്നോ, കുഴപ്പമില്ലല്ലോ. അബി ഞാൻ അബിയുടെ കൂടെ കട്ടിൽ കിടന്നോട്ടെ? പറ്റത്തില്ല. നീയേ പോയി ആ പുള്ളിക്കാരി കമ്പനി വിട്, അല്ലെങ്കിൽ അവരിപ്പം തന്നെ ഇറങ്ങിപ്പോവും. ഞാൻ പോയി എൻ്റെ റൂമിൽ അടിച്ച് വിളിക്കട്ടെ. ആഹാ, എനിക്ക് ആ സമയത്ത് എന്താ തോന്നിയത്, രാവിലെ ഒന്ന് അടുക്കളയിൽ ജോലിയെല്ലാം തീർത്തിട്ട് പോകുന്ന ആരെങ്കിലും പിടിച്ച് നിർത്തിയാൽ മതിയായിരുന്നു. ഇവിടെ എ സി ഇല്ലേ? ഇവിടെ എ സിയുടെ ആവശ്യമില്ലല്ലോ, അതിൽ കൂടെ നല്ല തണുപ്പില്ലേ, പിന്നെ എന്തിനാ എ സിയുടെ ആവശ്യം? അല്ല തിലു രാവിലെ എത്ര മണിക്ക് എണീക്കുന്നേ? ഞാൻ 9 മണിക്ക് എഴുന്നേക്കും. 9 മണിക്കോ? ഞാനും അഭി രാവിലെ 7 മണിക്ക് എണീക്കും. തിലു 9 മണിക്ക് എണീറ്റ പിന്നെ രാവിലെ ആരാ നിങ്ങൾക്ക് കോഫി ഇട്ട് തരണേ? ഇതെന്തിനാ ഇത്ര നേരത്തെ എഴുന്നേക്കുന്നേ? 9 മണിക്ക് എഴുന്നേറ്റാ പോരെ? തിലു ഞാനൊരു കാര്യം പറയാം, വേറെ ഒന്നും തോന്നരുത്. തിരുവിന് ഞങ്ങൾ ഇവിടെ നിർത്തിക്കുന്ന വെച്ചാൽ അടുക്കളയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ്, അല്ലാതെ സ്വന്തം ഇഷ്ടമുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടല്ല. ഓ ആ പിന്നെ അബിക്ക് രാവിലെ കോഫി കിട്ടണം, അവൻ നല്ല ദേഷ്യക്കാരനാണ്. പിന്നെ ഞാൻ എത്ര ദേഷ്യക്കാരെ കണ്ടിരിക്കുന്നു. അതെ, എന്റെ ദുബായിലെ ഷേക്ക് ഇതിനേക്കാൾ വലിയ ദേഷ്യക്കാരനായിരുന്നു. പക്ഷെ എന്റെ ചില നമ്പർ കാരണം പുള്ളി അങ്ങ് ആവത്താനായി. ആ നമ്പർ ഇവിടെ എടുക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് അബി എടുത്ത്. ശരി, ആ തിലു പോയി കിടന്ന് ഉറങ്ങിക്കോ, രാവിലെ എണീക്കേണ്ടത്. ഓ ആ അതെ, ഫുഡ് മെനു ഒക്കെ ഞാൻ ആ ഷെൽഫിന്റെ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഒരു പേപ്പറിൽ. ഓ അത് നോക്കി ഉണ്ടാക്കിയാൽ മതി. ശരി ശരി. അതെ മാഡം സാർ എന്താ ഒരു മുറി കിടക്കാത്തേ? തിലു ഇന്ന് വന്നതല്ലേ ഉള്ളൂ, അപ്പൊ ആവശ്യത്തെ കാര്യമൊന്നും സംസാരിക്കണ്ട, കിടന്നുറങ്ങാൻ നോക്ക്. പിന്നെ രാവിലെ കുളിച്ചിട്ട് കിച്ചണിൽ കയറാവും, അതെനിക്ക് നിർബന്ധമാണ്. സാധനം ഞാനൊക്കെ ആണെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ പോലും ഉറങ്ങത്തില്ല. എന്ത് പണി? അഭി ഉറങ്ങിയാ? ഉറങ്ങാൻ പോണ എന്ത്? അല്ല എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പുറത്തുകൂടി കിടന്നാൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ നിന്റെ തിലു എവിടെ, ഉറങ്ങിയാ? ഓ അത് കിടന്നപ്പോ തന്നെ ഉറങ്ങി, അതിന് കൂടുതൽ ഉറക്കം വലിയും. ആ അതിനെ കൂടുതൽ സ്വാതന്ത്ര്യം ഒന്നും കൊടുക്കണ്ട കേട്ടോ, തലേ കയറി നിരങ്ങുന്നത് കേട്ടോ. ആ അതെനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി, അതനുസരിച്ചാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓ ശരി. ഓ പിന്നെ അബി, ആ അതെ നമ്മള് പ്രേമിച്ച് നടന്ന സമയത്തെ നമ്മളിങ്ങനെ രാത്രി ഫോൺ വിളിക്കുവായിരുന്നല്ലേ? പഴംപരാണ് പറഞ്ഞാൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടി, ഉറക്കം കാണാൻ വേണ്ടി. ഗുഡ് നൈറ്റ്.